കീഴ്ത്തള്ളി ഈസ്റ്റ് യു.പി. സ്കൂളിലേക്ക് പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി. ഏറെക്കാലമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. നിരവധി വിദ്യാർത്ഥികളും നാട്ടുകാരും ആശ്രയിക്കുന്ന റോഡ് എത്രയും പെട്ടെന്ന് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കീഴ്ത്തള്ളി ഈസ്റ്റ് യു.പി. സ്കൂളിലേക്കുള്ള റോഡിന്റെ അവസ്ഥ അത്യന്തം ദയനീയമാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ ദിവസേന നിരവധി പേർ ഉപയോഗിക്കുന്ന ഈ റോഡ് ഏറെക്കാലമായി തകർന്ന നിലയിലാണ്. കുഴികൾ, പൊളിഞ്ഞ ടാർ, മഴക്കാലത്ത് കുത്തിയൊലിച്ചു പോകുന്ന വെള്ളം തുടങ്ങി വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത്. ഈ റോഡിൻ്റെ പണി ഇപ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് പണിയെടുത്തതാണ്. അതെല്ലാം കുത്തിയൊലിച്ച് വീണ്ടും പോയി. രണ്ടാമത് വീണ്ടും പണിയെടുക്കണം. അതാണ് നമ്മൾ പറയാനുള്ളത്. പ്രദേശവാസികളും സ്കൂൾ അധികൃതരും ചേർന്ന് അതീവ ഗൗരവത്തോടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അധികാരികളെ സമീപിച്ചെങ്കിലും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ റോഡിൽ വണ്ടികൾ എല്ലാ വണ്ടി വരുമ്പം വണ്ടിയുടെ ടയർ പേച്ചാവുന്നു. അപ്പോൾ ഈ റോഡ് നല്ല ക്ലീൻ ആയിട്ട് ആവണം. ഇത് ടാർ ചെയ്യണം. സ്കൂളിലേക്കുള്ള യാത്രയ്ക്ക് റോഡിന്റെ ഭദ്രത അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റോഡിന്റെ റീടാറിംഗ് നടത്തണമെന്നതാണ് ഇവരുടെ ആവശ്യം. വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സ്കൂളാണ് കീഴ്ത്തള്ളി ഈസ്റ്റ് യു.പി. സ്കൂൾ. ആ സ്കൂളിലേക്കുള്ള ഏക വഴിയാണിത്. സ്കൂൾ ബസ്സും അതുപോലെ കുട്ടികൾ പാരൻസ് കൊണ്ടുവിടുന്ന സ്വന്തം വാഹനങ്ങളിലുണ്ട്. അപ്പോൾ അതിനൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട് വളരെയേറെയാണ്. ജൂൺ മാസം മുതൽ ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് സമാശ്വാസം എന്ന നിലയ്ക്ക് ജൂണിൽ 1 മെയിൻ്റനൻസ് നടത്തി വീണ്ടും നല്ല മഴയായതിനാൽ കുത്തി ഒലിച്ച് മൊത്തം റോഡ് മോശമായിട്ടുള്ളത്. അപ്പോൾ സ്കൂൾ ബസ്സിന് വരാനും ബുദ്ധിമുട്ടാണ്. കീഴ്ത്തള്ളി ഈസ്റ്റ് യു.പി. സ്കൂളിലേക്കുള്ള റോഡാണിത്. ഈ റോഡിന്റെ അവസ്ഥ തികച്ചും പരിതാപകരമാണ്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലെ തന്നെ സ്കൂളിലേക്കുള്ള വഴിക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ റോഡ് റീടാറിംഗ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം. ക്യാമറാമാൻ പ്രതീഷ് കൊളച്ചേരിക്കൊപ്പം സുരഭി സിറ്റി ന്യൂസ്.